നമസ്കാരമുണ്ട്, ദീപൂസാണ്. എന്തെല്ലാം നമുക്കൊരു ആവോലി ഫ്രൈ പൂശിയാലോ? അല്ല പിന്നെ വെള്ളാവോലിന്ന് ദേ മീന്റെ ചിറകും വലക വെട്ടിയേ കട്ട് ചെയ്ത് നമുക്ക് ചട്ടിയിലാക്കിയാലോ? കട്ടിങ്ങും ഷേവിങ്ങും ഒക്കെ കഴിഞ്ഞെങ്കിൽ നമുക്കൊന്ന് കഴുകി വൃത്തിയായിട്ട് എടുക്കാം ട്ടാ. ഇതിപ്പോ ആരപ്പത് പൊന്നൂസല്ലേ നമ്മുടെ? അടിപൊളി. ഒന്നും നോക്കണ്ട, അടുപ്പാ കത്തിക്കേ, അടുപ്പിലോട്ടാ ചട്ടിയാ വെക്കാന്ന്. ആവശ്യത്തിന് ഓയിലാ പൂശിക്കോ. അല്ല പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മീൻ മസാല, അങ്ങനെ 4 ഇളക്ക അങ്ങോട്ടും ഇങ്ങോട്ടും. അത് കഴിഞ്ഞ് നമ്മൾ അടിച്ചു വെച്ചിരിക്കണ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് സാധനം എടുത്ത് നമ്മുടെ ചട്ടിയിലേക്ക് കുറച്ച് ഉപ്പിട്ട് തട്ടാം. സംഭവം കണ്ടപ്പോഴും കേട്ടപ്പോഴും പൊന്നൂസ് ഹാപ്പി ആട്ടാ. പിന്നെ ഒരു കപ്പ് പുളിവെള്ളം കൂടി അങ്ങോട്ട് എടുത്ത് പൂശിക്കോ. വലിയ ബുദ്ധിമുട്ടുള്ള സംഭവം ഒന്നല്ലാന്നത്. വിശന്ന് വരുമ്പോ ചോറിന് കറിയൊന്നുമില്ലെങ്കിൽ ഇത് അങ്ങോട്ട് പൂശിക്കോ. ഇതിപ്പോ വെള്ളാവോലി കിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ള മീനിട്ട് ഇതേ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പൂശിക്കോ. പ്രശ്നമില്ല, സംഭവം പൊളി തന്നെ. ഇത് ഉണ്ടാക്കിയത് ഞാനാണെങ്കിലും അതിന്റെ ഒരു അഹങ്കാരം എന്റെ മുഖത്തില്ലാട്ടാ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിലിപ്പോ മസാല പിടിക്കോ, ഉപ്പ് പിടിക്കോ, പുളി പിടിക്കോന്ന്. എന്റെ പൊന്നിടാക്കളെ എല്ലാം പിടിക്കണ്ടാ. അതിന്റെ അപ്പ സാധനം അത് വേണമെങ്കിൽ പൂശിക്കോ. ഇതേ ചോറിന്റെ കൂടെ നല്ല ചൂട് ആവൂലി ഫ്രൈ. അപ്പൊ എല്ലാം സെറ്റല്ലേ? നിങ്ങളും ട്രൈ ചെയ്ത് നോക്കട്ടാ. സംഭവം പൊളി തന്നെ. അപ്പൊ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാട്ടാ.